നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് വിജയൻ. പ്രധാന വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ പരാതികളും അഭിപ്രായങ്ങളും സർക്കാർ അവഗണിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷം മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട സമുദായം ചേരമനും സാംബവനും മാത്രമാണെന്ന് ചേരമർ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് KK സുരേഷ്. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനം. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് G സുധാകരന് സാധ്യത. CS സുജാതയെ ആലപ്പുഴയിൽ നിർത്തി വിജയിപ്പിച്ച് മന്ത്രിയാക്കുമെന്നും സൂചന. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ പരാതികളും അഭിപ്രായങ്ങളും ഗവൺമെന്റ് ഒരിക്കലും അവഗണിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 138ാമത് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെതിരെ 2 കാര്യങ്ങളിലാണ് NSS ജനറൽ സെക്രട്ടറി എതിർപ്പ് രേഖപ്പെടുത്തി സംസാരിച്ചത്. ഇതിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾക്ക് സർക്കാർ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ഇതിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണെന്നും രണ്ടാമത് ഉന്നയിച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ പല എതിർപ്പുകളെ മറികടന്ന് സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും ഇത് സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും NSSന് ചില പരാതികളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് ഒരിക്കലും അവഗണിക്കില്ല എന്ന് പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുക. ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ നിശ്ചയമായും അത് ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്നലത്തെ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഉന്നയിച്ച 2 കാര്യങ്ങൾ: ഒന്ന് വിദ്യാഭ്യാസം, 2 ദേവസ്വം. ഇതാണ് ദേവസ്വത്തിന്റെ കാര്യത്തിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് സംബന്ധിച്ചിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് പല വിധത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടും മുമ്പോട്ട് പോവുകയാണ്. അത് സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് പറയാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കും. മന്നത്ത് പത്മനാഭന്റെ ഓർമ്മകൾ സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എന്നും പ്രചോദനമാണെന്നും കേരളത്തിന്റെ പൊതുസ്വത്താണ് മന്നത്ത് പത്മനാഭനെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ISRO ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ വിജയത്തിന്റെ ഒരു ലക്ഷ്യം ഞങ്ങളെല്ലാം ISROയിൽ ചേരുന്ന സമയത്ത് ഞങ്ങളുടെ അഹം, ഞാൻ അത് ISROയ്ക്ക് കൊടുത്ത് ഞങ്ങൾ വി എന്ന പോലെ പ്രവർത്തിക്കുന്നു. ഒന്നും 11 ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഒരു വിജയരഹസ്യം. ഏത് പ്രസ്ഥാനത്തിൻ്റെയും വലിയ ഒരു വിജയരഹസ്യം ഇതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കർത്തവ്യം ഇതാണ്. NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NSS ശതകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. പത്മശ്രീ ഭരത് മോഹൻലാൽ മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി. താലികെട്ട്, കുതിരക്കെട്ട്, വെടിക്കെട്ട്, കേശുകെട്ട് എന്നീ 4 കെട്ടുകളാണ് താൻ ഉൾപ്പെടുന്ന സമുദായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി 1914 ഒക്ടോബർ 31 സ്വന്തം മാതാവ് തെളിയിച്ച നിലവിളക്ക് സാക്ഷിയായി സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി നായർ സമുദായ മുഖ്യജനസംഘം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, ട്രഷറർ ഡോക്ടർ M ശശികുമാർ, PS ശ്രീധരൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു.
രാവിലെ മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വി എസ് ശിവകുമാർ, അനൂപ് ജേക്കബ്, എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, കെ സി വേണുഗോപാൽ, അഡ്വക്കേറ്റ് ജോയിസ് ജോർജ്, ജോസ് കെ മാണി, ആന്റോ ആന്റണി, എംഎൽഎമാരായ സി എഫ് തോമസ്, പി സി വിഷ്ണുനാഥ്, എൻ ജയരാജ്, കെ മുരളീധരൻ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക രംഗത്ത് സമൂലമായ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ചേരമർ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ടുപോയ സാമ്പത്തിക രംഗമെടുത്താൽ ശരി, സാമൂഹ്യ രംഗമെടുത്താലും വിദ്യാഭ്യാസ രംഗമെടുത്താലും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ടുപോയ ഒരു ജനസമൂഹം ചേരമരും സാംബവരുമല്ലാതെ മറ്റാരുമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ ജനസമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗമായ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരേ തായ്വേരിൽ പിറന്ന രണ്ട് സമൂഹങ്ങളുടെ സംഗമം. ആ സംഗമത്തിലൂടെ മാത്രമേ കേരളത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് CSDSന് ഇത്ര വേഗം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്ഥാനത്തെ കേരളത്തിലെ 7ഓളം ജില്ലകളിൽ, ആലപ്പുഴ അടക്കമുള്ള 7ഓളം ജില്ലകളിൽ ഈ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിന്റെ കാരണവും ഈ ജനസമൂഹത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്ര ഒരു പ്രസ്ഥാനം ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ടുപോയ ഒരു സമൂഹം ചേരമനും സാംബവനുമല്ലാതെ മറ്റാരുമല്ലെന്നും ഈ സമൂഹത്തിന്റെ പുരോഗതിക്കായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ കണ്ണടക്കുകയാണെന്നും ഇതിനെതിരെയുള്ള പോരാട്ടത്തിന് പുതിയ തുടക്കം കുറിക്കുവാനാണ് CSBSന്റെ ലക്ഷ്യമെന്നും KK സുരേഷ് പറഞ്ഞു. വ്യാഴാഴ്ച കാവാലം കുന്നുമ്മയിൽ നടന്ന കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബയോഗം പ്രസിഡന്റ് ജോഷി വരയമ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബയോഗം സെക്രട്ടറി NV രാജേന്ദ്രൻ, CSDS സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ, PC ജയൻ, കാവാലം CSI പള്ളി വികാരി ഫാദർ ജോണി ആൻഡ്രൂസ്, എബി തോമസ്, സന്തോഷ് ആന്റണി, അനൂപ് പാഗളിച്ചിറ, ബെൻസ് വിൻസെന്റ്, K സാമുവൽ, KP ഷാജി കുമാളിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടത്തിന് ജോബിൻ കൊച്ചുപന്ത്രണ്ടിലും നാടൻ കലാരംഗത്തെ പ്രവർത്തനത്തിന് ഭാരതീയ ദളിത് സാഹിത്യ അവാർഡ് ജേതാവ് കാവാലം രാജേന്ദ്രനെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി തട്ടാശ്ശേരി ജംഗ്ഷനിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്ത വർണ്ണശബളമായ സൗഹൃദ സന്ദേശ റാലിയും നടന്നു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ശനിയാഴ്ച അവസാനിക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം വെള്ളിയാഴ്ച പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. ശനിയാഴ്ച 1,00,000 പേർ അണിനിരക്കുന്ന റാലിയോടെയാണ് സമ്മേളനത്തിന് സമാപനമാകുക. പുന്നപ്ര വയലാർ സമരനായകൻ PK ചന്ദ്രാനന്ദന്റെ പേരിൽ പ്രത്യേകം തയ്യാറാക്കിയ വിഭജിക്ക ഓഡിറ്റോറിയത്തിലാണ് CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആലപ്പുഴയിൽ G സുധാകരൻ ചേരിയും തോമസ് ഐസക് ചേരിയും തമ്മിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. സമവായത്തിലൂടെ തന്നെ G സുധാകരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആവാനാണ് സാധ്യത. ജില്ലാ സമ്മേളനത്തിന് മുമ്പ് തന്നെ CK സദാശിവനും G സുധാകരനും തോമസ് ഐസകുമായി ഒന്നിച്ചിരുന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ നടത്തിയ രഹസ്യ ചർച്ചയെ തുടർന്നാണ് G സുധാകരനെ സെക്രട്ടറിയാക്കുവാൻ തീരുമാനമായത്. അച്യുതാനന്ദന്റെ തട്ടകത്തിൽ നിന്നുള്ളവർ പോലും പ്രതിപക്ഷ നേതാവിനെ കൈവിടുന്ന കാഴ്ചയും ജില്ലാ സമ്മേളനത്തിൽ പ്രകടമായി. ആലപ്പുഴ ജില്ലാ സമ്മേളനം തീർത്തും ഔദ്യോഗിക പക്ഷത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. അഡ്വക്കേറ്റ് CS സുജാതയെ ആലപ്പുഴയിൽ നിർത്തി വിജയിപ്പിച്ച് മന്ത്രിയാക്കുമെന്നുള്ള തീരുമാനമുണ്ടായതായും അനൌദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. തുടർച്ചയായി 3 തവണ സെക്രട്ടറി സ്ഥാനം വഹിച്ചവർ ഒഴിയണമെന്ന തീരുമാനമനുസരിച്ച് 5 ജില്ലാ സെക്രട്ടറിമാർ മാറും. ഇടുക്കിയിൽ MM മണിയും, കൊല്ലത്ത് K രാജഗോപാലും, പത്തനംതിട്ടയിൽ അനന്തഗോപനും, കോട്ടയത്ത് J തോമസും, കോഴിക്കോട്ട് TP രാമകൃഷ്ണനും പകരം പുതിയ സെക്രട്ടറിമാർ വരും. ഇടുക്കി ഒഴികെയുള്ള മറ്റു ജില്ലകളിലെ സെക്രട്ടറിമാർ ആരാവണമെന്ന കാര്യത്തിൽ ഇനിയും അവസാന ധാരണയിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. അതേസമയം എറണാകുളം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ VS പക്ഷത്തിന്റെ നിലപാട് പാർട്ടിക്ക് തലവേദനയാകുമെന്ന് ഉറപ്പാണ്.
സെക്രട്ടറിമാർ മാറാൻ സാധ്യതയുള്ള ജില്ലകളിൽ നേതാക്കന്മാർ തമ്മിലുള്ള മത്സരം ശക്തമാവുകയാണ്. ആലപ്പുഴ ജില്ലാ സമ്മേളനം എന്ന നിലയിൽ കൂടിയാണ് ആലപ്പുഴയിൽ മത്സരം ഒഴിവാക്കാനായത്. അതിനായി ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒഴിവിൽ ധാരണയായതായും സൂചനയുണ്ട്. ഭൂരിപക്ഷ ഏരിയ കമ്മിറ്റികളുടെ പിന്തുണയോടെ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കുവാൻ VS പക്ഷവും ശക്തമായി രംഗത്തുണ്ട്. കൃഷ്ണപിള്ള സ്മാരക ആക്രമണം പൊതുസമൂഹത്തിൽ CPMന് അവമതിയുണ്ടാക്കി. അതിനേക്കാൾ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയത് ഈ വിഷയത്തിൽ VS എടുത്ത നിലപാടാണെന്നതാണ് വിചിത്രം. അതിനുശേഷം ഈ വിഷയത്തിൽ VS വായ തുറന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആർക്കും ആരെയും വിമർശിക്കാം, എന്നാൽ പരസ്പര ബഹുമാനത്തോടെയുള്ള വിമർശനമാണ് ഉണ്ടാകേണ്ടത് എന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു പറഞ്ഞു. കടുത്ത ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കി സാധാരണക്കാരുടെ ജീവിതം തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിപുലവും വ്യാപകവുമായ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാവാൻ VS അപേക്ഷിച്ചു. കിസ് എഗെയിൻസ്റ്റ് ഫാസിസം എന്ന പേരിൽ ഞായറാഴ്ച ആലപ്പുഴ കടപ്പുറത്ത് ചുംബന സമരവും സ്ത്രീ പുരുഷ കൂട്ടായ്മയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സദാചാര പോലീസിംഗിന് എതിരെ തുടങ്ങിയ സമരചുംബനം കൊച്ചിയിൽ ആണ് തുടക്കമിട്ടത്. അത് കൊച്ചിയിൽ നിന്ന് ഇന്ത്യയിലേക്കും തുടർന്ന് കേരളത്തിൽ പലയിടങ്ങളിലും സദാചാര പോലീസിംഗ്, സ്ത്രീകളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാലാകാലങ്ങളായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമരം എന്നുള്ള നിലയിൽ കേരളത്തിലുടനീളം ഉയർന്നിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ ആലപ്പുഴയിലെ സമരരൂപം ജനുവരി 4-ന് ആലപ്പുഴ കടപ്പുറത്ത് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ സമരത്തിൻ്റെ ഒരു മുഖം, ആലപ്പുഴ സമരത്തിൻ്റെ ഒരു മുഖം നമ്മളുടെ പോസ്റ്റർ എന്നുള്ള നിലയിലാണ് അത് പ്രദർശിപ്പിച്ചുകൊണ്ട്, അത് പ്രകാശനം ചെയ്തുകൊണ്ട് ആരംഭിക്കാം എന്ന് കരുതുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സമരസല്ലാപം, സംഗീതം, പാചകം, നൃത്തം, വര, ശില്പം, ആലിംഗനം, സമരചുംബനം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സംഘടനാ ഭാരവാഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മായാകൃഷ്ണൻ, M രാജേഷ്, ലാസർ ഷൈൻ, PP സുമനൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുമുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5-ന് സായാഹ്ന ധർണ സംഘടിപ്പിക്കുന്നു. ചമ്പക്കുളം BSNL ജംഗ്ഷനിലാണ് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചമ്പക്കുളം പാലം പണി പൂർത്തീകരിക്കുക, നെടുമുടി ഗ്രാമപഞ്ചായത്ത് വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ധർണ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച കേസിൽ CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കണ്ണാർക്കാട് പൗരസമിതി ഈ മാസം 15-ന് ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി സാബു, CR രാജേഷ്, ദീപു, പ്രമോദ് എന്നിവരാണ് കൂട്ടം. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കണ്ണർകാട് പ്രദേശത്ത് ഒരു പൗരസമിതി രൂപീകരിക്കുകയും പൗരസമിതി രൂപീകരിച്ച് അതിനൊരു പ്രതിഷേധമെന്നൊരു രീതിയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പ്രകടനം കഞ്ഞിക്കുഴിയിലേക്ക് 500ഓളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഞ്ഞിക്കുഴിയിലേക്ക് ഒരു പ്രകടനം നടത്തിയുണ്ടായി. ഈ സ്മാരകം കത്തുന്നത് കണ്ട ആളാണ് ദീപു. ദീപു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പുറത്ത് മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ സ്മാരകം കത്തുന്നത് കണ്ടത്. ആ സമയത്ത് അവിടെ ഓടിയെത്തുകയും അയൽവാസിയായ തിലകനെ വിളിച്ച് ഉണർത്തുകയും ചെയ്തു. കട്ടവനെ കണ്ടില്ലേ കിട്ടിയവനെ പിടിക്കുക, ആ ഒരു നടപടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത്. സ്മാരകം ആക്രമിച്ചതിന് പിന്നിൽ CPM അംഗങ്ങളും ചൊല്ലിക്കണ്ടത്തിൽ കുടുംബാംഗങ്ങളുമായ ജയൻ ഷിബു എന്നിവർക്ക് പങ്കുണ്ടെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ചൊല്ലിക്കണ്ടത്തിൽ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും പൗരസമിതിക്കൊപ്പമാണ്. സംഭവം നടന്ന സമയത്ത് ജയൻ, ഷിബു, തിലകൻ എന്നിവരുടെ പെരുമാറ്റം തങ്ങളിൽ സംശയമുണ്ടാക്കിയതായും പൗരസമിതി ഭാരവാഹികൾ പറയുന്നു. കേസിൽ 2 മുതൽ 5 വരെ പ്രതികളാക്കപ്പെട്ടവർ നിരപരാധികളാണ്. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുവാൻ CBI അന്വേഷണം നടത്തണമെന്നും ഭാരവാഹികൾ പറയുന്നു. പത്രസമ്മേളനത്തിൽ P. സുനീഷ് കുമാർ, D. അനിൽകുമാർ, N. കുട്ടൻ, മിനി അശോകൻ, ആശാ രഘുവരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയുടെയും സംസ്ഥാനപാതയുടെയും വശങ്ങളിലുള്ള ബിവറേജസ് കോർപ്പറേഷന്റെ 12 വിദേശ മദ്യവിൽപ്പനശാലയും കൺസ്യൂമർ ഫെഡിന്റെ ഒരു ഔട്ട്ലെറ്റും പൂട്ടി. ആലപ്പുഴ ജില്ലയിൽ പൂട്ടിയ മദ്യവിൽപ്പനശാല രാമങ്കരിയിലേതാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുള്ള KSBC ഔട്ട്ലെറ്റ് പൂട്ടണമെന്ന് മദ്യവിരുദ്ധ പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും നിരന്തര ആവശ്യമായിരുന്നു. AC റോഡിലുണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നതും രാമങ്കരിയിലെ ഈ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലയായിരുന്നു. എന്നാൽ രാമങ്കരിയിലെ ഷോപ്പ് പൂട്ടിയതോടെ നെടുമുടി ഔട്ട്ലെറ്റിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. BJP രാജ്യവ്യാപകമായി നടത്തുന്ന അംഗത്വ വിതരണത്തിന് കുട്ടനാട്ടിൽ തുടക്കമായി. പുളിങ്കുന്ന് പഞ്ചായത്തിൽ നടന്ന അംഗത്വ വിതരണം മണ്ഡലം പ്രസിഡന്റ് MR സജീവ് ഉദ്ഘാടനം ചെയ്തു. TK അരവിന്ദാക്ഷൻ, PK വാസുദേവൻ, D പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനുള്ള ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പരമ്പരാഗത ശരണപാതയും സ്വാമി അയ്യപ്പൻ റോഡും തുടങ്ങുന്നതിന് സമീപം സ്ഥാപിച്ച വീഡിയോ വാൾ പ്രവർത്തനം തുടങ്ങി. ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത്, ഇലക്ട്രോണിക്സ് വിഭാഗം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നിവ സംയുക്തമായാണ് വീഡിയോ വാൾ സ്ഥാപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ P. വേണുഗോപാൽ നിർവഹിച്ചു. ജനുവരി 18 വരെ വീഡിയോ വാളിലൂടെ പ്ലാസ്റ്റിക്കിനെതിരായ 6 ഭാഷകളിലുള്ള ബോധവൽക്കരണ സന്ദേശം തീർത്ഥാടകർക്ക് നൽകും. പമ്പ, സന്നിധാനം, പരമ്പരാഗത ശരണപാതയിലൂടെയും സ്വാമി അയ്യപ്പൻ റോഡിലൂടെയും മലകയറുന്ന തീർത്ഥാടകർക്ക് കാണത്തക്ക വിധമാണ് വീഡിയോ വാൾ സജ്ജമാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെതിരായ ശബരിമല തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സന്ദേശം വീഡിയോ വാളിലൂടെ തീർത്ഥാടകരിലെത്തിക്കും. ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന സ്ഥലത്ത് പൊതുമരാമത്ത്, ഇലക്ട്രോണിക്സ് വിഭാഗമാണ് വീഡിയോ വാൾ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. പൊങ്ങ കടന്നങ്ങാട്ടുകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചുള്ള രുക്മിണി സ്വയംവരം നടന്നു. കേരള ചേരമർ സംഘത്തിന്റെ ശാഖായോഗ ക്ഷേത്രമാണ് കടന്നങ്ങാട്ടുകാവ് മഹാദേവ ക്ഷേത്രം. ഡിസംബർ 28 മുതലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞത്. സപ്താഹം 5ാം ദിവസമായ വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയും സ്വയംവരവും നടന്നത്. കൈനഗരി രമേശൻ, പ്രസേനൻ മൂർത്തിമംഗലം, ജയലഘോഷ് കുന്നിൻമൂട്, ദാസ് പത്തനാപുരം, ഷാജി ചേർത്തല എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 5 മുതൽ 9 വരെ ആലപ്പുഴ ചേർത്തലയിൽ വെച്ച് നടക്കും. 5 ദിവസങ്ങളിലായി 10 വേദികളിൽ നടക്കുന്ന കലോത്സവത്തിൽ 11 ഉപജില്ലകളിൽ നിന്നുള്ള 5000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കലാമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 5 മുതൽ 9 വരെ ചേർത്തലയിൽ നടക്കുകയാണ്. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ്
ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, ടൗൺ LPS, ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോളി ഫാമിലി LP സ്കൂൾ, ഇതുകൂടാതെ NSS ഓഡിറ്റോറിയം, ഇത്രയും സ്കൂളുകളും NSS ഓഡിറ്റോറിയവും വേദികളാകുന്നുണ്ട്. ആകെ 10 വേദികളാണ് മത്സരങ്ങൾക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന വേദിയായ SNM ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 വേദികളിൽ മത്സരം നടക്കും. 5 വൈകിട്ട് 3:30 ഘോഷയാത്രയോടെ മേളയ്ക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് 5 മണിക്ക് ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ഹരിശ്രീ അശോകൻ വിശിഷ്ടാതിഥിയായിരിക്കും. 9-ാം തീയതി സമാപന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. P. തിലോത്തമൻ MLA സമ്മാനദാനം നിർവഹിക്കും. ആലപ്പുഴ വിദ്യാഭ്യാസ ഡയറക്ടർ ജിമ്മി K. ജോസ്, ജോയി ആന്റണി, PB ജോസി, PB ബേക്കർ, ഹുസൈൻ, D. സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിനായി അമ്പലപ്പുഴ സംഘം ചൊവ്വാഴ്ച യാത്ര തിരിക്കും. 51 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് സംഘം യാത്ര പുറപ്പെടുന്നത്. ഈ മാസം 11-നാണ് മതമൈത്രിയുടെ മഹോത്സവമായ എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴയിലെ വിവിധ കരകളിൽ നിന്നുള്ള സ്വാമി ഭക്തർ കെട്ടുമുറുക്കി ക്ഷേത്രത്തിലെത്തും. പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കുവാനുള്ള തിടമ്പ് ക്ഷേത്ര മേൽശാന്തി കേശവൻ നമ്പൂതിരി പൂജിച്ച് സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നാർക്ക് കൈമാറും. തുടർന്ന് തിടമ്പ് പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് എഴുന്നള്ളിക്കും. ചൊവ്വാഴ്ച രാവിലെ 6:30 യാത്ര ആരംഭിക്കും. വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി 10 മണിക്ക് എരുമേലിയിലെത്തും. 11-നാണ് പേട്ടതുള്ളൽ. രാവിലെ 9 നടക്കുന്ന പേട്ടതുള്ളൽ വലിയമ്പലത്തിലെത്തി പ്രദക്ഷിണം വെക്കുന്നതോടെ സമാപിക്കും. എരുമേലിപ്പേട്ട എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ കാലത്ത് തന്നെ അയ്യപ്പനും ബാബരും തമ്മിലുണ്ടായതായ സൗഹൃദ ബന്ധം അല്ലെന്നൊരിൽ സ്നേഹബന്ധത്തിൻ്റെ മകുട ഉദാഹരണമാണ്. അമ്പലപ്പുഴക്കാർ കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട കെട്ടിക്കഴിഞ്ഞാൽ നേരെ ബാബർ പള്ളിയിലോട്ട് കയറുകയാണ്. അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്ന് ഒരു മുസ്ലിം പ്രതിനിധിയെ ഉൾപ്പെടെ ഞങ്ങൾ വലിയ അമ്പലത്തിൽ വന്നിട്ട് എനിക്ക് തരുന്നതായ അതേ രീതിയിൽ തന്നെയുള്ളതായ സ്വീകരണം വലിയ അമ്പലത്തിലും ഈ മുസ്ലിം പ്രതിനിധിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ എരുമേലിയിൽ കാണുന്നതായ ഈ എരുമേലി എന്ന് പറയുന്നതായ മലയോര ഗ്രാമത്തിൽ കാണുന്നതായ കാഴ്ച. തുടർന്ന് സംഘം പമ്പയിലേക്ക് യാത്ര തിരിക്കും. 13-ന് പമ്പാ സദ്യ നടത്തി സംഘം മല കയറും. മകരവിളക്ക് തൊഴുത് ദർശനം നടത്തി സംഘം മലയിറങ്ങും. വാർത്താസമ്മേളനത്തിൽ സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ, പ്രസിഡന്റ് K. ചന്തു, G. മോഹനൻ നായർ, ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ചരമവാർത്തകൾ. എടത്വ മണലിൽ ചാക്കോ ജോസഫ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 2 മണിക്ക് എടത്വ സെന്റ് ജോർജ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ. എടത്വ മാളിയേക്കൽ MV ജോർജ് നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3:15-ന് എടത്വ സെന്റ് ജോർജ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ. ചങ്ങങ്കരി രാമപുരത്ത് വീട്ടിൽ കമലാക്ഷിയമ്മ നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ പരാതികളും അഭിപ്രായങ്ങളും സർക്കാർ അവഗണിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷം മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട സമുദായം ചേരമനും സാംബവനും മാത്രമാണെന്ന് ചേരമർ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് KK സുരേഷ്. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനം. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് G. സുധാകരന് സാധ്യത. CS സുജാതയെ ആലപ്പുഴയിൽ നിർത്തി വിജയിപ്പിച്ച് മന്ത്രിയാക്കുമെന്നും സൂചന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.